ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ വീണ്ടും വിജയ് നായർ എന്ന പേര് വാർത്തകളിൽ നിറയുകയാണ്. കെജ്രിവാൾ മൈ ബോയ് എന്ന് വിളിക്കുന്ന വിജയ് നായർ നവംബർ 2022 അറസ്റ്റിലാകുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന 15 പേരിൽ ഒരാളാണ് വിജയ് നായർ. ആരാണ് വിജയ് നായർ? എന്താണ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ വിജയ് നായരുടെ പങ്ക്? മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലി മച്ച് ലൗഡർ എന്ന കമ്പനിയുടെ CEO ആയിരുന്നു വിജയ് നായർ. മുംബൈ സിഡൻഹാം കോളേജിൽ നിന്ന് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് വിജയ് നായർ OML ആരംഭിച്ചത്. ലൈവ് മ്യൂസിക് ഷോകൾ, മറ്റ് ഫെസ്റ്റിവലുകൾ, ഇവന്റ് മാനേജ്മെന്റ് എന്നിവ നടത്തിയിരുന്ന കമ്പനിയാണ് OML. 2014 10 ദശലക്ഷമായിരുന്നു കമ്പനിയുടെ ആസ്തി. ഫോർച്യൂണിന്റെ ഏറ്റവും സ്വാധീനമുള്ള 40 വയസ്സിൽ താഴെയുള്ള 40 യുവാക്കളുടെ പട്ടികയിൽ വിജയ് നായർ ഇടം നേടിയിട്ടുണ്ട്. NH7 വീക്കെൻഡർ, ദ ഇൻവേഷൻ എന്നിങ്ങനെ നിരവധി സംഗീത നിശകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിജയ് നായർ. രാജ്യത്തുടനീളമുള്ള സംഗീതജ്ഞരെ ഒന്നിച്ചു ചേർത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണത്തിനായി വിജയ് നായർ സംഗീതത്തെ ഉപയോഗിച്ചിരുന്നു. OML നെറ്റ്വർക്കിനകത്തും പുറത്തുമുള്ള 6ഓളം കമ്പനികളിൽ ഡയറക്ടർ സ്ഥാനം വഹിച്ചിട്ടുണ്ട് വിജയ് നായർ. 2018 വിജയ് നായർക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായിട്ടുണ്ട്. OML വനിതാ ജീവനക്കാർക്ക് തൊഴിൽ ചെയ്യാൻ സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ദ കാരവൻ നവംബർ 2018 അന്വേഷണാത്മക റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. തന്നോടൊപ്പം ബാത്ടബിൽ വരണമെന്ന് വിജയ് നായർ ആവശ്യപ്പെട്ടുവെന്ന് ഒരു ജീവനക്കാരി വെളിപ്പെടുത്തിയതായി കാരവൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞു. പുലർച്ചെ 2 മണിക്ക് തനിക്ക് മസാജ് ചെയ്ത് നൽകണമെന്ന് പറഞ്ഞതായി മറ്റൊരു ജീവനക്കാരിയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം പല ജീവനക്കാർക്കും മോശം സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2020 ഡൽഹി തെരഞ്ഞെടുപ്പിൽ പാർട്ട് ടൈം വോളണ്ടിയറായി വിജയ് നായർ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് AIPയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായി നിയമിക്കപ്പെട്ട വിജയ് നായർ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷനും മറ്റ് മാർക്കറ്റിംഗ് മേഖലകളും കൈകാര്യം ചെയ്തു. സെലിബ്രിറ്റികളും ആർട്ടിസ്റ്റുകളുമായുള്ള വിജയ് നായരുടെ ബന്ധം ആം ആദ്മി പാർട്ടിക്ക് സഹായകരമായിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടിയുള്ള ധനസമാഹരണ പരിപാടികൾ ഈ സെലിബ്രിറ്റികളുടെ സാന്നിധ്യം ഗുണം ചെയ്തു. 2019 ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ മേൽനോട്ടത്തിൽ നിന്നും പാർട്ടിക്ക് വേണ്ട നിർണായ നിർദ്ദേശങ്ങൾ നൽകുന്നതിലേക്ക് വളർന്നു വിജയ് നായർ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക, നയരൂപീകരണം എന്നിവയിലും വിജയ് നായരുടെ പങ്കുണ്ടായിരുന്നു. സൗത്ത് ഗ്രൂപ്പിന്റെയും AIPയുടെയും ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് വിജയ് നായരാണെന്നാണ് ED കണ്ടെത്തൽ. വിജയ് താമസിച്ചിരുന്നത് കെജ്രിവാളിന് സമീപമുള്ള വീട്ടിലാണ്. ഡൽഹി സർക്കാരിലെ മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിന് നൽകിയ വീട്ടിലാണ് വിജയ് നായർ താമസിച്ചിരുന്നത്. ഈ വീട് വിജയ് നായർക്ക് നൽകിയതും ഡൽഹി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണെന്നുമാണ് EDയുടെ വാദം.